IPL പൂരത്തിന് നാളെ കുടിയേറുകയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ടീമുകൾ. ആദ്യ മത്സരം ചെന്നൈയും ബാംഗ്ലൂരും തമ്മിലാണ്. ഉദ്ഘാടന ചടങ്ങിൽ AR റഹ്മാനും സോനു നിഗവും മുഖ്യാതിഥികളാകും. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും M നിഖിൽ കുമാർ ചിരിയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇവിടെ IPL പൂരത്തിന് നാളെ തുടക്കമാവുകയാണ്. ഒപ്പം ആദ്യ മത്സരം ചെന്നൈയും ബാംഗ്ലൂരും തമ്മിലാണ്. വേറും വാശിയുമുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ആദ്യ മത്സരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം ഉദ്ഘാടന ചടങ്ങിൻ്റെ ആഘോഷത്തിൻ്റെ മറ്റു വിവരങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ് KP. IPL, അതായത് ഓരോ ക്രിക്കറ്റ് ആരാധകരും ആവേശത്തോടെ കാത്തിരുന്ന IPL നാളെ കൊടിയേറുകയാണ്. ഓരോ ടീമുകളും വെറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. തങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരുമായി തങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് തർക്കങ്ങളിലും ഒക്കെ ഏർപ്പെടാൻ ആരാധകരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും നാളെ ചെന്നൈയിലാണ് വൈകുന്നേരം 7:30 മത്സരങ്ങൾ ആരംഭിക്കുക. ആദ്യ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ്. അതായത് ധോണിയും വിരാട് കോഹ്ലിയും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ തന്നെ മറ്റൊരു പ്രത്യേകത, ബംഗളൂരുവിൻ്റെ നായകനായിട്ടുള്ള ഫാഫ് ഡു പ്ലസിസ് മുൻപ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിരുന്നു എന്നുള്ളതാണ്. ധോണിയുടെ കൂടെ കുറേ നാളുകൾ ധോണിയുടെ കൂടെ കളിച്ച താരമാണ് ഫാഫ് ഡു പ്ലസിസ്. ഡു പ്ലസിസ് ആണ് RCBയുടെ നായകൻ. അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് ചെന്നൈ നാളെ ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുക. ഇരു ടീമുകളും സർവ്വസജ്ജമാണ്. ഇന്നലെ RCB ടീം ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഭാഗമായി ചെന്നൈയിൽ ഇന്നലെ ടീം എത്തിയിട്ടുണ്ട്. RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവർ ടീമിൻ്റെ പേരും അതുപോലെ ലോഗോയും അടക്കം എല്ലാം മാറ്റിയിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നുള്ള പേര് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നാക്കിയിട്ടുണ്ട്. ലോഗോയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തായാലും ടീമും സെറ്റാണ്. വിരാട് കോഹ്ലിയും ഡു പ്ലസിസും മാക്സ്വെല്ലും അടക്കുന്ന ആ ഒരു ടീം പരിശീലനവും പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസം ചിന്നസ്വാമിയിൽ പരിശീലനത്തിന് ശേഷം ഇന്നലെ അവർ ചെപ്പോക്കിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇരു ടീമുകളും മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണുള്ളത് KP. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ആവേശകരമായൊരു മത്സരമായിരിക്കും ആദ്യ മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ താരനിരകൾ കൊണ്ട് സമ്പന്നമാണ് ചെന്നൈയും ബാംഗ്ലൂരും. ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിജയ സാധ്യത ഏത് രീതിയിലാണ് നമുക്ക് പൊതുവേ ഒരു ആരാധകർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആവേശകരമായ മത്സരത്തിൻ്റെ ഒരു ഗംഭീരമായ തുടക്കം എന്ന രീതിയിൽ വിലയിരുത്താൻ കഴിയുക പൊതുവേ? സീസണിലെ ആദ്യ മത്സരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ടീം കഴിഞ്ഞ സീസണിൽ സംബന്ധിച്ച് ഈ സീസണിലേക്ക് വരുമ്പോൾ എല്ലാ ടീമിലും മാറ്റങ്ങളുണ്ട്. ചെന്നൈയിലാണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും ബാക്കിയുള്ള ടീമുകളിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, പുതിയതായി താരങ്ങളെയൊക്കെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീമുകൾക്ക് പരിക്കും തലവേദനയായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടീം ബാലൻസ്ഡാണ്. ചെന്നൈയെ സംബന്ധിച്ച് ധോണി തന്നെയാണ് ചെന്നൈയുടെ മുഖം. അതുപോലെ യുവതാരമായ ഋതുരാജ് ഗെയ്ക്വാദ്, അദ്ദേഹം മികച്ച ഫോമിലാണുള്ളത്. അതുപോലെ രജിൻ രവീന്ദ്ര എന്ന യുവതാരം നമുക്ക് കണ്ടതാണ്. കഴിഞ്ഞ ലോകകപ്പിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച ന്യൂസിലൻഡിൻ്റെ താരം രജിൻ രവീന്ദ്ര അവിടെയുണ്ട്. അതുപോലെ ഡെവൻ കോൺവോയി മികച്ച പ്രകടനം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കോൺവോയി ചെന്നൈ നിരയിലുണ്ട്. അങ്ങനെ ചെന്നൈ നിര കൃത്യമായി പറഞ്ഞാൽ വളരെ സെറ്റിൽഡായ ഒരു ടീം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ യുവതാരങ്ങളുടെയൊക്കെ ആ ടീമിലെ പ്രകടനം തന്നെയാണ് ചെന്നൈക്ക് നിർണായകമാവുക. ബോളിങ്ങിൻ്റെക്ക് വന്നാൽ ആ ബോളിംഗ് യൂണിറ്റും വളരെ ശക്തമായ ബോളിംഗ് യൂണിറ്റും ചെന്നൈക്ക് ഉണ്ട്. മറിച്ച് ബാംഗ്ലൂരിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കോഹ്ലി, മാക്സ്വെൽ, ഫാഫ്, അതായത് അവരുടെ KGF തന്നെയാണ് അവരുടെ ആ ഒരു തൂർപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ഈ 3 താരങ്ങളുടെ പ്രകടനമായിരിക്കും ബംഗളൂരുവിന് നിർണായകമാവുക. എന്തായാലും ഇരു ടീമുകൾ തമ്മിലുള്ളൊരു പോരാട്ടം നമുക്ക് ആദ്യ മത്സരത്തിന് ശേഷം മാത്രമാണ്. കാരണം ഈ ഒരു ടീമിൽ പുതിയ താരങ്ങളെ ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ ആദ്യ മത്സരങ്ങളിലെ പ്രകടനത്തിന് ശേഷം മാത്രമാവും നമുക്ക് മുന്നിലേക്കുള്ള ആ ഒരു യാത്രയിൽ ഈ ടീമിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ KP.